നമ്മുടെ ഇവിടുത്തെ കാലവർഷത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് ചോദിക്കാം. ശക്തി കുറയുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, മഴ 1-2 ദിവസമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ 2 ജില്ലകളിൽ. അതായത് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്ത മഴ ഉണ്ടായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ടെങ്കിലും നിലനിൽക്കുന്നത്. മറ്റിടങ്ങളിൽ മഴ മുന്നറിയിപ്പുകളില്ല. അപ്പോൾ എന്താണ് കാലവർഷം 2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നു എന്ന് കരുതണോ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? വീണ, തീർച്ചയായും സംസ്ഥാനത്തെ കാലവർഷത്തിൻ്റെ ശക്തി കുറയുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശക്തി കുറയുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇത് ഈ ഒരു പ്രതിഭാസമെന്ന് വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് മഴയുടെ ഒരു അന്തരീക്ഷം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പച്ച അലർട്ട്, അതായത് നിലവിൽ ശാന്തമാണ് എന്ന് സൂചിപ്പിക്കുന്ന പച്ച അലർട്ട് മാത്രമാണ് തെക്കൻ കേരളത്തിലുള്ളത്. മഴയുടെ ഒരു സാന്നിധ്യം ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഉള്ളത് വടക്കൻ കേരളത്തിലാണ്, മലബാർ മേഖലയിലാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണിപ്പോൾ മഴ മുന്നറിയിപ്പടക്കം നൽകിയിരിക്കുന്നത്. അതും അതിതീവ്ര മഴ മുന്നറിയിപ്പൊന്നുമല്ല നിലവിലുള്ളത്, യെല്ലോ അലർട്ടാണ്. ഇന്ന് 2 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. നാളെ 4 ജില്ലകൾക്കും, നാളെയും മറ്റന്നാളും 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുവേ തെളിഞ്ഞ ആകാശം തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെയായിരുന്നു. 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പതിവിൽ നിന്നും, അതായത് സാധാരണയിൽ നിന്നും 8 ദിവസം നേരത്തെയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയത്. കാലവർഷം എത്തിയതിന് പിന്നാലെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദം കൂടിയായതോടുകൂടി പരക്കെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴക്കെടുതി 200 കോടിക്ക് മുകളിലേക്ക് എത്തിയതായിട്ടാണ് നിലവിലെ വിവരം. കൃഷിനാശം, കുട്ടനാട് മേഖലകളിലടക്കം കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ KSEBക്ക് കീഴിലുള്ള ഒട്ടുമിക്ക ഡാമുകൾക്കും അണക്കെട്ടുകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ മഴക്കെടുതി രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ നിലയിൽ നിന്നും ഇരട്ടിയിലധികം മഴയാണ് ഈ വർഷം നമുക്ക് ലഭിക്കുകയും ചെയ്തത്. നിലവിൽ ലഭിക്കേണ്ടതിൽ നിന്നും ഇരട്ടിയിലധികം മഴ ഈ വർഷം ഈ ഒരു 1.5 ആഴ്ച കാലം കൊണ്ട് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒന്ന് ശാന്തമായി നിൽക്കുന്നൊരു സാഹചര്യം നിലവിലുള്ളത്. ശക്തി കുറയുന്ന കാലവർഷത്തിൻ്റെ ശക്തി ഒന്ന് കുറയുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നീട് വീണ്ടും അത് നേരത്തെ കാലാവർഷ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിരുന്നു. കാരണം ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമ്മുടെ സംവിധാനത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ പ്രളയ മുന്നറിയിപ്പ് പോലും നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെ ത്രൂ ഔട്ടായിട്ട് മഴ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അത് പ്രളയ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടാൻ സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം ഈ കാലത്തിന് ശേഷം ഈ ഒരു പ്രതിഭാസം ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മഴ ശക്തമായി പെയ്യുകയും അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം മഴ ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ട് ശക്തമായി പെയ്യും. ഇങ്ങനൊരു രീതിയാണ് കാലവർഷത്തിൻ്റെ രീതി എന്നാണ് അന്ന് പറഞ്ഞത്, ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 ദിവസമായിട്ട് തെളിഞ്ഞ ആകാശമാണ് തെക്കൻ ജില്ലകളിലെല്ലാം ഉള്ളത്. മഴ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് മലബാർ മേഖലകളിലെ 4 ജില്ലകൾക്കാണ്. കോഴിക്കോട് മുതലുള്ള കാസർഗോഡ് വരെയുള്ള 4 ജില്ലകൾക്കാണ്. അതിൽ 4 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ. അതിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥയുടെ ഒരു മാറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ ആ യെല്ലോ അലർട്ട് മാറി വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 2 ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. പൊതുവേ മഴ കുറഞ്ഞ അന്തരീക്ഷം തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. വീണ, ശരി പ്രശാന്ത്. ഏതായാലും കാലവർഷം 2 ദിവസത്തേക്കുള്ള ശക്തി കുറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് 2 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണുള്ളത്. പക്ഷെ വരും ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോ ദിവസവും.